വെൽക്കം ബാക്ക് ടു എജുബിറ്റ്സ് ലേണിംഗ്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി UOHCU എന്നൊക്കെ പറയുന്ന യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിൻ്റെ അപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. CUET ബേസ്ഡ് 17 UG ആൻഡ് ഇൻ്റഗ്രേറ്റഡ് PG കോഴ്സുകളിലേക്കുള്ള അപ്ലിക്കേഷൻ പോർട്ടലാണ് ഓപ്പൺ ആയിട്ടുള്ളത്. നമുക്കറിയാം HCU എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ വൺ ഓഫ് ദ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. NIRF റാങ്കിങ് ആണെങ്കിൽ 18 റാങ്ക് വരുന്നത്. അതുപോലെ നാക്കിൻ്റെ ഗ്രേഡിംഗ് ആണെങ്കിലും A+ ഗ്രേഡുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണ് എലിജിബിലിറ്റീസ്, എന്തൊക്കെയാണ് കോഴ്സുകൾ HCU പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി നോക്കാം. 7 ജൂലൈ തൊട്ടിട്ടാണ് ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടുള്ളത്. 21 ജൂലൈ ആണ് ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ടോട്ടൽ HCUവിൽ 17 UG അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് PG കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കറിയാം CUET UG 2026 സ്കോറിൻ്റെ ബേസിലാണ് അഡ്മിഷൻ വരുന്നത്. ഒരേ ഒരു UG കോഴ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് 4 ഇയർ BS കെമിസ്ട്രി ആണ്. 4 ഇയർ കോഴ്സാണ്. BS ഹോണേഴ്സ് ഓർ റിസർച്ച് എന്ന് പറയുന്ന കെമിസ്ട്രീൻ്റെ കോഴ്സാണ്. അതിന് ടോട്ടൽ 20 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കാറ്റഗറി വൈസ് എത്ര സീറ്റുകളാണെന്നുള്ളത് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 16 ഇൻ്റഗ്രേറ്റഡ് MSc അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് MA കോഴ്സുകളാണ് HCUവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ IMSc മാത്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. ഇതിൽ മാത്സിനും ഫിസിക്സിനും ടോട്ടൽ മാത്സിന് 40 സീറ്റ്, ഫിസിക്സിന് 40 സീറ്റ്, കെമിസ്ട്രിക്കാണെങ്കിൽ 20 സീറ്റാണ്. കാരണം എന്താണ്, കെമിസ്ട്രി IMSc 20 സീറ്റും ഉണ്ട്, കെമിസ്ട്രി BS ഡിഗ്രിക്ക് 20 സീറ്റും ഉണ്ട്. അങ്ങനെയാണ് HCUവിലെ സീറ്റുകൾ വരുന്നത്. പിന്നെ അങ്ങനെ ഓരോ കോഴ്സുകളുടെയും നമ്പർ ഓഫ് സീറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പൊളിറ്റിക്കൽ സയൻസിനാണെങ്കിൽ 50 സീറ്റ് ഉണ്ട്. അതുപോലെ ഏറ്റവും കുറച്ച് സീറ്റുകൾ ഉള്ളത് 18 സീറ്റ് അപ്ലൈഡ് ജിയോളജിക്കാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ കോഴ്സുകളുടെ സീറ്റ് മെട്രിക്സ് വരുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകളാണ്. 7 ജൂലൈക്കാണ് അഡ്മിഷൻ ഓപ്പൺ ആയത്. 21 ജൂലൈ വരെ നമുക്ക് അപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാം. അഡ്മിഷൻ ലിങ്ക്, അവരുടെ അഡ്മിഷൻ പോർട്ടലിലെ ലിങ്ക് ഓൾറെഡി ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ റാങ്ക് ലിസ്റ്റുകൾ, പ്രൊവിഷണലി സെലക്റ്റഡ് ലിസ്റ്റുകൾ ഓഗസ്റ്റ് 3 പബ്ലിഷ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. കോമൻസ്മെൻറ്റ് ഓഫ് ക്ലാസ്സസ് 17 ഓഗസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഡേറ്റുകളും ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഞാൻ പറഞ്ഞു 17 കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു. ഓരോ കോഴ്സുകളും അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി നോക്കാം. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഒരു പ്രത്യേക എലിജിബിലിറ്റി ക്രൈറ്റീരിയ തന്നെ HCU പറയുന്നുണ്ട്. 2 ടൈപ്പ് പേപ്പേഴ്സ് ആയിട്ടാണ് ഇവർ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. കോർ പേപ്പേഴ്സ്, ക്വാളിഫയിങ് പേപ്പേഴ്സ്. ഓരോ സ്റ്റുഡൻറ്റിനും കോർ പേപ്പേഴ്സിൽ മാർക്ക് വേണം, അതുപോലെ ക്വാളിഫയിങ് പേപ്പേഴ്സിൽ മാർക്ക് വേണം. കോർ പേപ്പേഴ്സിൻ്റെ മാർക്ക് കൺസിഡർ ചെയ്തിട്ടായിരിക്കും HCU റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുന്നത്. അതായത് ഓരോ കോഴ്സിനും, ഞാൻ ഓരോ കോഴ്സിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓരോ കോഴ്സിനും ഈ കോർ പേപ്പേഴ്സ് നമ്മൾ അറ്റൻഡ് ചെയ്യണമെന്നുണ്ട്. അതുപോലെ ഇത്രയും ക്വാളിഫയിങ് പേപ്പേഴ്സിൽ ഒരു പെർട്ടിക്കുലർ മാർക്ക് വാങ്ങണമെന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാളിഫയിങ് പേപ്പേഴ്സിൽ ഓരോ ക്വാളിഫയിങ് പേപ്പറിലും 50 മാർക്ക്. നമുക്കറിയാം CUETയിൽ ഓരോ പേപ്പറും 250 മാർക്ക് വരുന്നത്. അപ്പോൾ ക്വാളിഫയിങ് പേപ്പറിൽ 50 മാർക്കെങ്കിലും കിട്ടിയിട്ടുള്ള സ്റ്റുഡൻറ്റിന് മാത്രമേ HCUവിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അത് ഇൻ്റഗ്രേറ്റഡ് MA ഹിന്ദി, ഉറുദു, തെലുങ്കു അങ്ങനെയുള്ള സബ്ജക്റ്റിനാണെങ്കിൽ 35 മാർക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ 45% മാർക്ക് ഉണ്ടെങ്കിൽ IMSc ഇൻ്റഗ്രേറ്റഡ് MSc സൈക്കോളജിക്കും അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്വാളിഫയിങ് പേപ്പേഴ്സിൽ ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ കോഴ്സിൻ്റെയും ക്വാളിഫയിങ് പേപ്പേഴ്സിൽ മിനിമം 50 മാർക്സ് വാങ്ങൽ ഇമ്പോർട്ടൻ്റ് ആണ്. കോർ പേപ്പേഴ്സിൻ്റെ മാർക്ക് കൺസിഡർ ചെയ്തിട്ടാണ് ഇവർ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുന്നത്. ഇനി ഓരോ കോഴ്സിൻ്റെയും ഏതൊക്കെയാണ് കോർ പേപ്പേഴ്സ്, ക്വാളിഫയിങ് പേപ്പേഴ്സിന് നോക്കി നോക്കാം. ആദ്യം പറയുന്നത് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MSc മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MSc മാത്തമാറ്റിക്സിൽ കോർ പേപ്പേഴ്സ് വരുന്നത് PCM ആണ്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി. ഈ മൂന്ന് പേപ്പറിൻ്റെ മാർക്സ് ആയിരിക്കും എന്തിനും അവർ കൺസിഡർ ചെയ്യുക. കോർ പേപ്പേഴ്സ് ആയിട്ട് വരുന്നത് PCM ആയതുകൊണ്ട് തന്നെ ഈ 3 പേപ്പേഴ്സിൻ്റെ മാർക്കിൻ്റെ ബേസിലായിരിക്കും ഇവർ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ മിനിമം 50 മാർക്സ് എങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ പിന്നെ നമ്മുടെ മിനിമം എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2ൽ 60% മാർക്ക് ഉണ്ടാവണം. അതുപോലെ സയൻസ് സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുള്ള ഒരാളായിരിക്കണം. അതുപോലെ IMSc മാത്സിന് അപ്ലൈ ചെയ്യണമെങ്കിൽ മാത്തമാറ്റിക്കൽ സയൻസ്, മാത്സ് പഠിച്ചിട്ടുള്ള ഒരാളായിരിക്കണം +2ൽ.
പിന്നെ ഇൻ്റഗ്രേറ്റഡ് MSc ഫിസിക്സിൻ്റെ പറയുന്നുണ്ട്. ഇൻ്റഗ്രേറ്റഡ് MSc ഫിസിക്സിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഫിസിക്സ് ആൻഡ് മാത്സിൻ്റെ മാർക്കിൻ്റെ ബേസിലായിരിക്കും. ക്വാളിഫയിങ് പേപ്പർ ഇംഗ്ലീഷാണ്. അതുകൊണ്ട് ഇംഗ്ലീഷിൽ മിനിമം 50 മാർക്കുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഫിസിക്സ് സ്ട്രീമിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്സും ഫിസിക്സും +2 പഠിച്ചിട്ടുണ്ടാവണം എന്ന് പറയുന്നുണ്ട്. അതായത് മാത്സ് കൂടെ കമ്പൾസറി ആയിട്ട് +2 പഠിച്ചിട്ടുള്ളവർക്ക് ഫിസിക്സിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മാത്സിൻ്റെയും ഫിസിക്സിൻ്റെയും മാർക്കിൻ്റെ സമ്മ് നോക്കിയിട്ടായിരിക്കും അവർ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അടുത്തത് ഇൻ്റഗ്രേറ്റഡ് MSc കെമിസ്ട്രി ആണ്. കെമിസ്ട്രിയിലെ കോർ പേപ്പർ വരുന്നത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയുടെ മാർക്കിൻ്റെ ബേസിൽ മാത്രമായിരിക്കും അഡ്മിഷന്. കെമിസ്ട്രിയിലെ ക്വാളിഫയിങ് പേപ്പേഴ്സ് 2 എണ്ണമാണ്, ഇംഗ്ലീഷും ഫിസിക്സും. അപ്പോൾ ഇംഗ്ലീഷും ഫിസിക്സും എന്തായാലും അറ്റൻഡ് ചെയ്ത് മിനിമം 50 മാർക്കുള്ള ഒരു സ്റ്റുഡൻറ്റിന് മാത്രമേ IMSc കെമിസ്ട്രിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി 4 ഇയർ BS ഡിഗ്രി കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രിയുടെ കോർ പേപ്പർ വരുന്നത് കെമിസ്ട്രി തന്നെയാണ്. ക്വാളിഫയിങ് പേപ്പേഴ്സ് ഇംഗ്ലീഷും ഫിസിക്സും ആണ്. ഇനി 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MSc ബയോളജി ആണെങ്കിൽ ബയോളജിയുടെ കോർ പേപ്പർ വരുന്നത് ഒന്നുകിൽ ബയോളജി അതല്ലെങ്കിൽ മാത്സ് ആണ്. ഒന്നുകിൽ ബയോളജിൻ്റെ മാർക്കിൻ്റെ ബേസിലായിരിക്കും IMSc ബയോളജിയുടെ അഡ്മിഷൻ, അതല്ലെങ്കിൽ മാത്സിൻ്റെ ബേസിലായിരിക്കും IMScയുടെ അഡ്മിഷൻ വരുന്നത്. അതുപോലെ ഒന്നുകിൽ ബയോളജി ഓർ മാത്സ്, പിന്നെ അതുപോലെ അതിൻ്റെ കൂടെ ഏതും കൂടെ വേണം, കെമിസ്ട്രി ഫിസിക്സ്, അത് രണ്ടും വേണം. അതായത് ഒന്നുകിൽ ബയോളജി കെമിസ്ട്രി ഫിസിക്സ്, അതല്ലെങ്കിൽ മാത്സ് കെമിസ്ട്രി ഫിസിക്സ്. ഈ 3 പേപ്പേഴ്സ്, അങ്ങനെ ആയിരിക്കും 3 പേപ്പേഴ്സിൻ്റെ കോർ പേപ്പേഴ്സിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. ക്വാളിഫയിങ് പേപ്പേഴ്സ് ഇംഗ്ലീഷാണ്. ഈ എല്ലാ കോഴ്സിനും ഓരോ കോഴ്സിനും HCUവിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ മിനിമം 60% മാർക്ക് +2 ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സയൻസ് കോഴ്സുകൾക്ക് IMSc കോഴ്സുകൾക്കാണെങ്കിൽ സയൻസ് സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുള്ള +2 സയൻസ് സ്ട്രീമിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിന് മാത്രമേ അപ്ലൈ ചെയ്യാനും പറ്റുള്ളൂ. ഇനി 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MSc ജിയോളജി ആണെങ്കിൽ ജിയോളജിയുടെ കോർ പേപ്പേഴ്സ് വരുന്നത് ഫിസിക്സ് കെമിസ്ട്രി ആണ്. ക്വാളിഫയിങ് പേപ്പേഴ്സ് ഇംഗ്ലീഷ് മാത്സ് ബയോളജിയാണ് വരുന്നത്. പിന്നെ ഇൻ്റഗ്രേറ്റഡ് MSc സൈക്കോളജി ഉണ്ട്. സൈക്കോളജിയുടെ കോർ പേപ്പർ വരുന്നത് സൈക്കോളജി ആണ്. അതുപോലെ ക്വാളിഫയിങ് പേപ്പേഴ്സ് ജനറൽ ആപ്റ്റിറ്റ്യൂഡും ഇംഗ്ലീഷും ആണ്. ഇതിൽ ഓൾറെഡി ഇവർ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ 45% മാർക്കാണ് ക്വാളിഫിക്കേഷൻ. 60% +2 വേണം. പിന്നെ MA കോഴ്സുകളാണ്, ഇൻ്റഗ്രേറ്റഡ് MA കോഴ്സുകളാണ്. ഇൻ്റഗ്രേറ്റഡ് MA കോഴ്സുകൾ HCUവിൽ അവൈലബിൾ ആയിട്ടുള്ളത് തെലുങ്ക്, ഹിന്ദി, ലാംഗ്വേജ് സയൻസസ്, ഉറുദു, ഫിലോസഫി. ഇതാണ് ആദ്യത്തെ 5 കോഴ്സുകൾ വരുന്നത്. ഇതിന് ഓരോന്നിൻ്റെയും കോർ പേപ്പേഴ്സ് വരുന്നത് അതാത് ലാംഗ്വേജ് ആണ്. തെലുങ്കുവിനാണെങ്കിൽ തെലുങ്കു ആണ് കോർ പേപ്പർ, ഹിന്ദിക്കാണെങ്കിൽ ഹിന്ദിയാണ്. അതുപോലെ ലാംഗ്വേജ് സയൻസസിനാണെങ്കിൽ ഇംഗ്ലീഷും ജനറൽ ആപ്റ്റിറ്റ്യൂഡും ആണ് വരുന്നത്. ഉറുദുവിനാണെങ്കിൽ ഉറുദു ആണ് കോർ പേപ്പർ. ഇൻ്റഗ്രേറ്റഡ് MA ഫിലോസഫിക്കാണെങ്കിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആണ് കോർ പേപ്പർ വരുന്നത്. ഓരോന്നിൻ്റെയും ക്വാളിഫയിങ് പേപ്പേഴ്സ് വരുന്നത് ഇംഗ്ലീഷാണ്. അതായത് ഇംഗ്ലീഷിൽ മിനിമം 50 മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം. പിന്നെ വരുന്ന ബാക്കിയുള്ള ഇൻ്റഗ്രേറ്റഡ് MA കോഴ്സുകൾ, ലാസ്റ്റ് 5 ഇൻ്റഗ്രേറ്റഡ് MA കോഴ്സുകൾ വരുന്നത് എക്കണോമിക്സ് വരുന്നുണ്ട്, ഹിസ്റ്ററി വരുന്നുണ്ട്, പൊളിറ്റിക്കൽ സയൻസ് വരുന്നുണ്ട്, സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി വരുന്നുണ്ട്. ഇതിൽ ഓരോന്നിൻ്റെയും കോർ പേപ്പേഴ്സ് വരുന്നത്, ഈ ഓരോ കോഴ്സിൻ്റെയും ഈ 5 ഇൻ്റഗ്രേറ്റഡ് MA കോഴ്സുകളുടെയും കോർ പേപ്പേഴ്സ് വരുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ മാർക്കിൻ്റെ ബേസിലായിരിക്കും ഇവർ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുന്നത്. ക്വാളിഫയിങ് പേപ്പേഴ്സ് ഇംഗ്ലീഷാണ്. എല്ലാറ്റിൻ്റെയും ക്വാളിഫയിങ് പേപ്പേഴ്സ് വരുന്നത് ഇംഗ്ലീഷ് ആണ്. അപ്പോൾ ഇംഗ്ലീഷിൽ മിനിമം 50 മാർക്സ് എങ്കിലും ഉണ്ടായിരിക്കണം. ഓരോന്നിനും +2 60% മാർക്ക് ഉണ്ടായിരിക്കണം. അത് +2 ഏത് സ്ട്രീം പഠിച്ചവർക്കും ഈ ഇൻ്റഗ്രേറ്റഡ് MA കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയാണ് HCU റിലേറ്റഡ് ആയിട്ട് വരുന്ന HCUവിൻ്റെ അഡ്മിഷൻ ബ്രോഷറിലുള്ളത്. ലാസ്റ്റ് ഡേറ്റ് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, 21 ജൂലൈ ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അത്യാവശ്യം CUETയിൽ മാർക്ക് കിട്ടിയവരാരും HCU സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നല്ലൊരു ഓപ്ഷനാണ് HCU. അത്യാവശ്യം നല്ല റാങ്കിങ്സും നല്ല ഫെസിലിറ്റീസും ഉള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് HCU. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ പറയാനുള്ളത്, അടുത്ത വർഷത്തെ 2027 NCET CUET കോച്ചിങ്ങുകൾ എജുബ്ലിറ്റ്സിൽ ആരംഭിച്ചിട്ടുണ്ട്. ലോങ് ടേം ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ഉള്ള ആരെങ്കിലും CUET NCET പ്രിപ്പറേഷൻ നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് എജുബ്ലിറ്റ്സ് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള ഓരോ യൂണിവേഴ്സിറ്റീസിൻ്റെയും ഇതുപോലെ HCU പോലെ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെയും അഡ്മിഷൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അഡ്മിഷൻ ബ്രോഷറും അഡ്മിഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ബാക്കിയുള്ള വീഡിയോസ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക.